അല്ല, ഗതാഗത മന്ത്രിയുടെ വിഷയത്തിൽ പ്രതികരണം പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സംഭവം നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. മുഖ്യമന്ത്രി മൗനം അവലംബിക്കുകയാണ്. ഇതൊരു കുടുംബ പ്രശ്നമായിട്ട് തീർക്കാനുള്ള പരിപാടിയായിട്ടാണ് നടക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കുടുംബ പ്രശ്നമായിരുന്നെങ്കിൽ എന്തിനാണ് 2013 പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ആ ചോദ്യത്തിന് മറുപടി പറയണം. അന്ന് കുടുംബ പ്രശ്നമായിരുന്നു. പക്ഷെ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അന്ന് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആവശ്യപ്പെടുക. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കിടക്കുന്നുണ്ട്, ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അതിനേക്കാൾ ഗൌരവമുള്ള പ്രശ്നമാണ്. അതിനേക്കാൾ ഗൌരവമുള്ള പ്രശ്നമാണ് പോലീസ് ഇനാക്ഷനും കൂടിയുണ്ട് ഇവിടെ. അവരുടെ പരാതി റിട്ടനായിട്ട് അവർ പരാതി കൊടുക്കില്ല. അവരെല്ലാ മാധ്യമങ്ങളോടും അവരുടെ പരാതി പറഞ്ഞു കഴിഞ്ഞു. ആ പരാതി നിൽക്കുകയാണ്. ആ പരാതി നിൽക്കുമ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ, ക്ലിയറാണ്. പറഞ്ഞു കഴിഞ്ഞു ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ FIR എടുക്കാമല്ലോ. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഭാര്യയുടെ പ്രസ്താവനയിലൂടെ ക്ലിയറാണ്. 2, അത്തരം ഒരാൾ മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഗുരുതരമായ അലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ആ ആരോപണങ്ങളിലെ ചില വരികൾ വളരെ അപകടകരമായ ഒഫൻസിലേക്കാണ് പോകുന്നത്. ഞാൻ അതിലെ വിശദാംശങ്ങൾ പോകുന്നില്ല. അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ എന്താ നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ ഒഫൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ് അന്വേഷണത്തിൽ തെളിയുന്നതാണ്. പോലീസ് അന്വേഷണം നടക്കണം. അതുപോലെ തന്നെ മന്ത്രിയെ രാജിവെക്കാൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഇല്ല, അപ്പോൾ ഈ മുഖ്യമന്ത്രി കുടിച്ചുകൊണ്ടിരുന്ന മറ്റേ കപ്പുണ്ടല്ലേ, ആ കപ്പ് വീണ് ഉടഞ്ഞു പോയെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇനി ആ കപ്പുമായിട്ട് വരരുത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കളിയാക്കരുത്. ഇനി ആ കപ്പ്, ഇതുപോലത്തെ കപ്പുമായിട്ട് മുഖ്യമന്ത്രി വരരുത്. മുഖ്യമന്ത്രി ആ കപ്പുമായിട്ട് പിടിച്ചു നിൽക്കുന്ന പടമായിരിക്കും ഞങ്ങളുടെ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളിനി ഉപയോഗിക്കാൻ വേണം. ആ കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ PR ആണല്ലോ. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടൊരു PR ഒരു മെറ്റീരിയൽ കിട്ടി. അതായത് ആ കപ്പുമായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ കാര്യത്തോടെ അടുക്കുമ്പോൾ ഇവരുടെയൊക്കെ അതായത് ഇപ്പൊ നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്. ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. പറയുന്നതും അല്ലല്ല, അത് വരട്ടെ, നിങ്ങൾ ധൃതി വിട്ടല്ലേ. പറയുന്നതും പ്രവർത്തിച്ച ഒന്നാണ് കോൺഗ്രസ്. പറഞ്ഞതും പ്രവർത്തിച്ചതും. ഇവരൊക്കെ വർത്തമാനം മാത്രമേ ഉള്ളൂ. കാര്യത്തോട് അടുത്തപ്പോ ഇവരുടെയൊക്കെ നിലപാട് നിങ്ങൾ കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഇതാണ് വ്യത്യാസം. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. അതാണ് ഇത്. എന്താ ഇത്? ആളെ പറ്റിക്കലാണ്, ആളെ കബളിപ്പിക്കലാണ്. മനസ്സിലായി? ഇത് ഇവിടെ ഇതിലൂടെ എക്സ്പോസ്ഡ് ആയത് ഗതാഗത മന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഗതാഗത മന്ത്രി അറിയാം, അദ്ദേഹമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. CPM ഒക്കെയാണ് എക്സ്പോസ്ഡ് ആയത്. എന്താ ആവേശം വരുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോ? ഈ 5000 പ്രണയങ്ങൾ എന്നുള്ളതാണ് വേദനിപ്പിച്ചത്. പരാതി ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഇതെല്ലാം നിലനിൽക്കുന്നത്? അല്ല, അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നില്ല. അത് അവരാരും നിഷേധിച്ചിട്ടില്ല. ഇന്നലെ അവർ പറഞ്ഞല്ലോ ഞാൻ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. അത് അവരുടെ തീരുമാനമാണ്, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ പോലീസിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് എന്താ ചെയ്യേണ്ടത്? നിയമം എന്താണ്? നാട്ടിൽ നിൽക്കുന്ന ക്രിമിനൽ നിയമങ്ങൾ എന്താണ്? ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞാൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? പോലീസ് എന്താണ് ചെയ്യേണ്ടത്? അല്ലെ, ഒത്തുതീർപ്പാവൂലല്ലോ. ക്രിമിനൽ കേസ് എങ്ങനെ ഒത്തുതീർപ്പാണ്? ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എന്താ ചെയ്യേണ്ടത്? എന്റെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായ ചോദ്യമാണ്. ഒരു ക്രൈം നടന്നു, ആ ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് അത് ഒളിച്ചു വെച്ചാൽ അത് ഒഫൻസാണ്. ഇപ്പൊ ഞാൻ അറിയാണ് ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് ഞാനത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്നത് വേറെ ഒഫൻസാണ്. ഒളിച്ചു വെച്ചാൽ ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് പോലീസ് എന്ത് ചെയ്തു? ഒരു ക്രൈം നടന്നല്ലോ. ഇതേ ക്ലോസ് തന്നെ ഈ ഗണേഷ് കുമാറിന്റെ UDFന്റെ ഭാഗമായിരുന്ന സമയത്ത് പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതാണല്ലോ എന്റെ ചോദ്യം, ആദ്യത്തെ ചോദ്യം. കുടുംബ പ്രശ്നമായിട്ട് ഇത് മാറ്റാൻ പോവുകയാണെങ്കിൽ കുടുംബ പ്രശ്നം മാത്രമായിരുന്നു അന്ന്. ഇത് കുടുംബ പ്രശ്നം മാത്രമല്ല. കുടുംബ പ്രശ്നം മാത്രമായിരുന്ന അന്ന് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അച്യുതാനന്ദൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞാണ് രാജിവെക്കണമെന്ന്.
ഇപ്പം ഇല്ല. ഇപ്പം സ്വന്തം മന്ത്രിസഭയിൽ നിന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി മൗനാവലംബിക്കയിലെ ഇതുപോലെ സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരായിട്ട് ഗുരുതരമായ ആരോപണം വന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നില്ലല്ലോ, ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കുന്നില്ലല്ലോ, ഒരു FB പേജിൽ പോലും ഒരു കമന്റ് പറയുന്നില്ലല്ലോ, ഒരു തീരുമാനം പറയണ്ടേ മുഖ്യമന്ത്രിയുടെ? അല്ല, അത് അവരറിയിച്ച് അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. അവരല്ലല്ലോ നടപടി എടുക്കേണ്ടത്. ഞാൻ അവരെയൊന്നും ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് വലിച്ചിഴക്കുന്നില്ല. കുടുംബാംഗങ്ങളെന്നും ഞാൻ ഇഴക്കുന്നില്ല. ഞാൻ അവരുടെ പേരൊന്നും പറയില്ല. അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയാം. എന്റെ കാര്യമില്ല, അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരല്ലല്ലോ ചെയ്യേണ്ടത്, പോലീസിനെ അറിയിച്ചല്ലോ. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചോ മുഖ്യമന്ത്രി അറിയിച്ചോ എന്നുള്ളതൊന്നും ക്വസ്റ്റ്യൻ അല്ലല്ലോ. മുഖ്യമന്ത്രി അവരെയൊന്നും ഞാൻ വലിച്ചിഴക്കുന്നില്ല. ഞങ്ങളൊന്നും അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഒരാളെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങില്ല. പോലീസ് അറിഞ്ഞു, പോലീസിനാണ് അവർ വിളിച്ചത്. എന്നിട്ട് പോലീസ് വന്നിട്ട് എന്താ പോലീസ് ചെയ്ത്? പോലീസ് എന്ത് അന്വേഷണം നടത്തിയത്? ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് എന്ത് അന്വേഷണം നടത്തിയത്? ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നേരിട്ട് വരുന്നവരെ ഈ പരാതി കിട്ടിയിട്ടും അത് പൂഴ്ത്തിവെച്ചു പോലീസ് എന്നുള്ള ആരോപണം അതൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആരോടും പറഞ്ഞില്ലല്ലോ. ഇത് പുറത്തു വന്നത് വേറെ മാർഗത്തിലൂടെയല്ലേ പുറത്തു വന്നത്, വേറെ ആളുകളല്ലേ ഇത് പുറത്തു കൊണ്ടുവന്നു. ഇതെല്ലാം പൂഴ്ത്തിവെച്ചല്ലോ. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചല്ലോ. പിന്നെ അവര് തന്നെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഒരാളെ കുറിച്ച് അങ്ങനെ ഞങ്ങളൊരു അലിഗേഷൻ പറയാമോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ പറയുന്ന ആളല്ല. പക്ഷെ ഭാര്യ വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ ആദ്യം പ്രതികരിച്ചത്, അല്ലേ? അല്ലാതെ ഞങ്ങളൊന്നും ആരുടെയും കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാറില്ല, അവരുടെ വിഷയങ്ങളിലേക്ക് ഇടപെടും. പക്ഷെ ഒരാളുടെ മന്ത്രിയായിരിക്കുന്ന ഒരാളുടെ ഭാര്യ വന്ന് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ ഞങ്ങൾ പറയണ്ടേ? ഈ രാജി എന്നുള്ള ആവശ്യവുമായി കോൺഗ്രസ് ഉറപ്പായിട്ടും നമ്മളത് ആവശ്യപ്പെടണമല്ലോ. ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ ജനങ്ങൾ പരിഹസിക്കില്ലേ? അല്ല, അത് മന്ത്രിയല്ലല്ലോ തീരുമാനിക്കേണ്ടത്, മുഖ്യമന്ത്രിയല്ല തീരുമാനിക്കേണ്ടത്. അല്ല, അതല്ല, മുഖ്യമന്ത്രി പറയട്ടെ രാജിവെക്കേണ്ട ആവശ്യമില്ല ഈ കേസിലെന്ന് പിണറായി വിജയനൊന്ന് പറയട്ടെ, കേരളത്തിലെ ജനങ്ങളോടൊന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങൾ ബാക്കി കൂടി പറഞ്ഞുതരാം. അതേ ചോദിച്ചേ, 2013 ഇതായിരുന്നില്ലല്ലോ. സ്വന്തം മന്ത്രിസഭയില വല്ലവരുടെ മന്ത്രിസഭയിലാവുമ്പോ ഇതാവാ, സ്വന്തം മന്ത്രിസഭയിലാവുമ്പോ ഇതൊരു കുറ്റകൃത്യം അല്ല എന്നാണ്, ഇരട്ടത്താപ്പാണ്. മനസ്സിലായല്ലേ? അപ്പൊ ഞങ്ങൾ ആ കപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ അടിയിൽ ഞങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളും അടിക്കുറിപ്പിടുക. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക. ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധിയുള്ളതാണ്, നിയമങ്ങളുള്ളതാണ്. അതായത് ഒരു വ്യക്തി അറിയാതെ അയാളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, ചോർത്താൻ പാടില്ല. ചോർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കേസ്. അതാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ അതിന്റെ മീതെ പോവും. അതിന്റെ മീതെയും കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി വിധിയുണ്ട്. ഞങ്ങൾ ഈ വിധിയിൽ സംതൃപ്തരല്ല. അല്ല, തെളിവ് കൊടുത്തിട്ടുണ്ടല്ലോ, ലെറ്റർ അയച്ച കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ കൊടുത്ത ലെറ്റർ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടല്ലോ. മാത്രമല്ല, ഇത് കൊടുത്തതാണെങ്കിൽ ഇത് ഇങ്ങനെ അയച്ചത് നല്ലതാണ് എന്ന് കോടതി പറഞ്ഞത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ അത് അയച്ചിട്ടുണ്ടെന്നല്ലേ കോടതി സമ്മതിച്ചല്ലോ. പിന്നെ തെളിവിന്റെ ആവശ്യമില്ലല്ലോ. കോടതി ഒരു കമന്റ് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അയച്ചത് നല്ല ഭരണത്തിന്റെ സന്ദേശമാണെന്നൊരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അയച്ചിട്ടുണ്ടെന്നല്ലേ? അല്ല, രണ്ട് കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതിന് തെളിവില്ല എന്ന്. രണ്ട്, ഇത് അയച്ചത് നല്ല സന്ദേശമാണ് നൽകുന്നത്, നല്ല ഭരണത്തിന്റെ സന്ദേശമാണ്. പിന്നെ തെളിവിന്റെ ആവശ്യമില്ലല്ലോ, അയച്ചത് നല്ല കാര്യമാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങളതിനെ നിയമപരമായി അത് ഏതാണ് നിയമപരമായ നടപടിക്രമങ്ങൾ ആലോചിക്കും. കാരണം ഒരു വ്യക്തിയുടെ ഡാറ്റ ചോരാൻ പാടില്ല എന്നുള്ളത് അതിന് പ്രൊട്ടക്ഷൻ നിയമമുണ്ട്, ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമമുണ്ട്. സുപ്രീം കോടതി വിധിയാണ്. അല്ല, കോടതി വിധിക്കെതിരായി കോടതി വിധി സന്തോഷമാണെങ്കിൽ ഞങ്ങൾ അപ്പീൽ പോകുമെന്ന് പറയില്ലല്ലോ. കോടതി വിധിയിൽ ഞങ്ങൾ സംതൃപ്തരല്ല, അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായി അപ്പീൽ പോകും. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമുണ്ട്, ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് അറിയാതെ ചോർത്തിയതാണ്. മനസ്സിലായി? അറിയാതെ ചോർത്തിയതാണ്. ചോർത്തിയെന്നത് കോടതി തന്നെ സമ്മതിച്ചല്ലോ. കോടതി തന്നെ പറഞ്ഞത് നല്ല കാര്യമാണെന്നല്ലേ പറഞ്ഞത്. അത് അയച്ചത് സന്ദേശം അയച്ചതെന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ കോടതി പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അത് പരാതി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അപ്പീൽ പോകും. അതൊരു നടപടിക്രമമല്ലേ, തുടങ്ങിയതല്ലോ, നമ്മൾ വന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ KPCC അതൊക്കെ ഓരോരുത്തർ വെറുതെ ചെയ്യുന്നതാണ്. KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരാളും അവിടെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കേണ്ട, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നതും തീരുമാനിക്കേണ്ട. അത് പാർട്ടി നേതൃത്വം, കേരളത്തിലൊരു പാർട്ടി നേതൃത്വമുണ്ട്, UDF നേതൃത്വമുണ്ട്.
അവർ നേതാക്കളുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടൊക്കെ ആലോചിച്ച് ഘടകകക്ഷി നേതാക്കളായിട്ട് ആലോചിച്ച് സീറ്റ് വിഭജനം നടത്തും. സീറ്റ് വിഭജനം പാർട്ടിയുടെ താഴെ തട്ടിലല്ല നടത്തേണ്ടത്. അങ്ങനെ നേതാക്കന്മാരുടെ അറിവോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേതാക്കന്മാർ ശാസിക്കപ്പെടും, ഒരു സംശയമില്ല. അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരാള് സ്വയം സ്ഥാനാർത്ഥി ചമയാണ്. പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന തരത്തിൽ അല്ലല്ല, അത് KPCC പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം ഇപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, എന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് പാർട്ടി. ഞാൻ മത്സരിക്കണോ വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. എന്നോട് എന്റെ അവിടെ ഇപ്പൊ നമ്മളവിടെയൊക്കെ പാർട്ടി പ്രവർത്തകര് മതിലൊക്കെ വൈറ്റ് വാഷ് ചെയ്തിട്ട് അപ്പൊ എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല, എന്റെ കാര്യം പാർട്ടി ഞാൻ മത്സരിക്കണോ വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. പാർട്ടി തീരുമാനിക്കാതെ എഴുതാൻ പറ്റുമോ? പാർട്ടി തീരുമാനിക്കാതെ ചിഹ്നം വരയ്ക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അത് തന്നെയാണ് ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്ത നിർദ്ദേശം. അതിലൊന്നും വെള്ളം ചേർക്കാൻ ആരും ചെയ്യാൻ പാടില്ല. ഒക്കെ തെറ്റായ ഇതാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല ആരായാലും. അല്ല, അതൊക്കെ പാർട്ടിയല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി ഞാൻ എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ അല്ലല്ലോ, നിങ്ങളോടല്ലല്ലോ പറയുന്നത്. എനിക്ക് അഭിപ്രായം ഉണ്ടാക്കാൻ കാര്യത്തിലൊക്കെ ആ അഭിപ്രായം പാർട്ടി നേതൃത്വത്തോടെ. അല്ല, നമ്മളറിയാലോ ഇതിപ്പോ വൈകി നമ്മളെല്ലാം പ്രതീക്ഷിച്ച 1-ാം തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന. കഴിഞ്ഞ 2 അസംബ്ലി ഇലക്ഷനും 1-ാം തീയതിയാണ് ഡിക്ലെയർ ചെയ്ത്. ഇത്രയും നീണ്ടുപോകുന്ന നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ CPM 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് CPM പ്രഖ്യാപിച്ചു 8-ാം തീയതി. ചെയ്തില്ല. അവർക്ക് സ്ഥാനാർത്ഥി ആകാഞ്ഞിട്ടല്ലോ. നമ്മളും അത് ആ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് പൂർത്തിയാക്കി ഏത് സമയത്തും 24 hour നോട്ടീസിൽ ഇപ്പൊ CPM പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചു. വിത്തിൻ 24 hour നോട്ടീസിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. ഇനി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അല്ല, ഡിക്ലെയർ ചെയ്ത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അല്ലല്ലോ, ഡിക്ലെയർ ചെയ്യാനുള്ള ആദ്യം, പിന്നീടാണല്ലോ നോട്ടിഫിക്കേഷൻ വരും. വന്നോർത്തു അപ്പോഴും ഞങ്ങൾക്ക് 24 മണിക്കൂറിലോ 48 മണിക്കൂറിലോ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായമൊക്കെ ഉണ്ട്. ഒരു 140 സീറ്റിൽ ഒരേ അഭിപ്രായമൊന്നുമല്ല. ഇപ്പൊ ഞങ്ങൾ കോൺഗ്രസ് പരിഗണിക്കുന്ന 85 തൊട്ട് 90 സീറ്റ് വരെ ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് ചെയ്യും, ഞങ്ങൾ തമ്മിൽ തർക്കിക്കും. അത് അല്ല, ആർക്കാണ് വിജയസാധ്യത എന്നുള്ളതിന്റെ വിവിധ വശങ്ങളാണ് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ CPM-ലെ പോലെ മോളിൽ നിന്നൊന്നും എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറയണ പോലെ ഒന്നുമല്ല. ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തും, ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് ചെയ്യും, ഞങ്ങൾ തമ്മിൽ തർക്കിക്കും. പക്ഷെ ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഞങ്ങൾ അവസാനം നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് അവിടെ ഏറ്റവും വിജയസാധ്യതയും മറ്റ് ബാലൻസും എല്ലാം നോക്കിയിട്ട് തീരുമാനിക്കും. ഞങ്ങൾ നല്ല നിരന്തരമായ ചർച്ച നടക്കും. ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ട് 2 ആഴ്ച 3 ആഴ്ചയായി. ഞങ്ങൾ സംസാരിക്കും, ഓരോ സീറ്റും എടുത്ത് വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. ഓരോ സീറ്റിനെ കുറിച്ചും അറിയാവുന്ന നേതാക്കന്മാരുണ്ട്, കൃത്യമായി അറിയാവുന്ന നേതാക്കന്മാർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സീറ്റിലെ പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും അവിടുത്തെ സോഷ്യൽ ബാലൻസും മറ്റു കാര്യങ്ങളും നന്നായി അറിയാവുന്ന നേതാക്കളാണ് ഉള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ജില്ലാ നേതൃത്വമായിട്ടും അവിടുത്തെ നിയോജകമണ്ഡലം നേതൃത്വമായിട്ടും ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള സംശയങ്ങൾ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ തീർക്കും. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായ വഴിയിലാണ്. അല്ലാതെ കുറെ ഗ്രൂപ്പ് നേതാക്കന്മാരോ കൂടി വീതം വെച്ചെടുക്കുന്ന പരിപാടിയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഏറ്റവും നല്ല രീതിയിലാണ്, ഏറ്റവും ഭംഗി. എനിക്കാണെങ്കിൽ നല്ല സംതൃപ്തിയുണ്ട് ആ കാര്യത്തിൽ. വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും കൂടിയിരുന്നിട്ട് ആരോഗ്യകരമായ അന്തരീക്ഷത്തിലാണ് ചർച്ച നടന്നത്. അതിന്റെ ഗുണം ആ റിസൾട്ട് കൂടി ഉണ്ടാവും. ആദ്യ പട്ടികയിൽ എത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 50 മുതൽ 60 വരെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ പറ്റും. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. അത് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നോക്കട്ടെ, നമ്മൾ എപ്പോഴാണ് CEC കൂടുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വരെയുള്ള ചർച്ച ചെയ്തിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു നടപടിക്രമമാണ്. ആ ഡോക്കറ്റ് പോയിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഡോക്കറ്റ് റെഡിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, വളരെ ഭംഗിയായിട്ട് തീരും. അതിൽ വലിയ സ്കോപ്പില്ല.